നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് വന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ച് CSK വേഴ്സസ് GT യുടെ ഹോം ഗ്രൗണ്ടിൽ നടക്കുന്ന CSKക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ചാണിത്. ഇതിൽ ജയിച്ചാൽ CSK ക്വാളിഫൈ ആകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല, എങ്കിലും ഇത് ജയിച്ചേ പറ്റത്തുള്ളൂ. അതും നല്ല റൺ റേറ്റിൽ ജയിച്ചേ പറ്റത്തുള്ളൂ. ഗുജറാത്തിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ഒരുപാട് പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അവരുടെ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത് അവരുടെ കോട്ടയാണ്. അവിടെ എല്ലാ ടീമിനും കൊണ്ടിട്ട് നല്ല രീതിയിലുള്ള പണി ഗുജറാത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പ്രാവശ്യം അരുൺ ബ്രോ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്താണ്. അവരെ അവിടെ അടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത് ഏത് ആംഗിളിലാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ CSKക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു അവസ്ഥയിൽ. ഈ കഴിഞ്ഞ മാച്ചും തോറ്റിട്ട് വന്ന മൊമെന്റം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഗുജറാത്തിൽ പോയിട്ട് ഗുജറാത്തിനെ അടിക്കണമെന്നുണ്ടെങ്കിൽ, അതിലും നല്ല നെറ്റ് റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ CSK ചെയ്താൽ പറ്റും, ആ ഒരു ആംഗിളിൽ നിന്നായിരിക്കും നമ്മൾ ഈ വീഡിയോ ആദ്യം തുടങ്ങുന്നത്. പിന്നീട് നമുക്ക് ഗുജറാത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ആദ്യം എന്തായിരിക്കും പിച്ച് കണ്ടീഷൻ, എന്തെങ്കിലും ഗുജറാത്തിൻ്റെ ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും, CSKക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഗുജറാത്ത് അവരുടെ പിച്ച് റെഡിയാക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് തുടങ്ങാം. വെൽക്കം അരുൺ ബ്രോ. മോർണിംഗ്. ഇതിനകത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്, ഒരു ടീം ഫൈറ്റ് ചെയ്യുന്നത് ഫോർ സർവൈവൽ ആണെങ്കിൽ മറ്റൊരു ടീം ഫൈറ്റ് ചെയ്യുന്നത് ഫോർ ദെയർ ബെറ്റർമെൻ്റ് ആണ്. രണ്ടും വലിയ വ്യത്യാസമുണ്ട്. മനസ്സിലാവും. CSK സംബന്ധിച്ച് ഒരു ഡു ഓർ ഡൈ ഗെയിമാണ്. GT സംബന്ധിച്ച് ഡു ഓർ ഡൈ ഗെയിം അല്ല, അവർ ഓൾറെഡി ക്വാളിഫൈഡ് ആയി. പക്ഷേ ടോപ്പ് 2-ൽ ഫിനിഷ് ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഡു ഓർ ഡൈ ആയിരിക്കത്തില്ല. പക്ഷേ എലിമിനേറ്ററിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഡു ഓർ ഡൈ ആവും. അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ളൊരു കളിയുമായിരിക്കും. ഓക്കെ, പിച്ച് കണ്ടീഷൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ GT എന്ന് പറയുന്ന ഒരു ബോളിംഗ് പാരഡൈസ് ആണ്. മനസ്സിലായി. അവിടെ 8 മീറ്റർ ടു ഷോർട്ട് ലെങ്ത് ഓപ്പറേഷനേ നടക്കത്തുള്ളൂ. അതിന് പറ്റിയ ഒരു ബോളിംഗ് ലൈനപ്പാണ് അവർ ഫോം ചെയ്തിരിക്കുന്നത്. GTയിൽ ചെന്ന് GT അടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അത്ര എളുപ്പം എന്നല്ല, ഒട്ടും എളുപ്പമല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ ബോളേഴ്സാണ് ഈ തവണ ഈ IPL ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിരിക്കുന്നത്. 97 വിക്കറ്റ് അവർ എടുത്തിട്ടുണ്ട്. രണ്ടാമത് നിൽക്കുന്ന ടീം അവരെക്കാട്ടിൽ വള്ളപ്പാടകലെ 15 വിക്കറ്റ് കുറവെടുത്തിരിക്കുന്നത്. അതേ കൂട്ടന്നെ പവർ പ്ലേയിൽ അവരാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിരിക്കുന്നത്. 25 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. 26 വിക്കറ്റ്, സോറി. അത്രയും വേറൊരു ടീം എടുത്തിട്ടില്ല. പിന്നെ രണ്ടാമത് നിൽക്കുന്ന ബാംഗ്ലൂർ 22 വിക്കറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത്രത്തോളം അവർ അവിടെ ത്രെട്ടനിങ് ആണ്. CSK സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റും? CSK സംബന്ധിച്ച് ടോസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോൾ ഫസ്റ്റ് എടുക്കാവൂ. രണ്ടാണ്. ഒന്ന്, അവിടുന്ന് പിച്ചിൽ നിന്ന് ഇനിഷ്യലി ബോളേഴ്സിന് കുറച്ച് എക്സ്ട്രാക്ഷൻ കിട്ടും. രണ്ട്, CSK സംബന്ധിച്ച് കളി ജയിക്കുക എന്നുള്ളത് മാത്രമല്ല, നല്ല നെറ്റ് റൺ റേറ്റ് ജയിക്കുക എന്നുള്ളതുമുണ്ട്. കാരണം അപ്പുറത്ത് ആറിനെ മറികടക്കണം നെറ്റ് റൺ റേറ്റിൽ മിനിമം ഒരു ചാൻസ് വെക്കണമെങ്കിൽ. ആ രണ്ട് ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് ബോൾ ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ബോൾ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ CSK എടുക്കേണ്ടത്. CSK എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, GT ഇതുവരെ ഒരു 210+ സ്കോർ അവിടെ ഈ അടുത്തിടയ്ക്കകം ചേസ് ചെയ്തിട്ടില്ല. മനസ്സിലായി. അപ്പം ഒന്നെങ്കിൽ ബാറ്റ് ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാസീവ് ടോട്ടലിൽ സ്കോർ ചെയ്യുക, അല്ലെങ്കിൽ ബോൾ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ട് എത്രയും പെട്ടെന്ന് അവർ ടോപ്പ് 3 എടുക്കാൻ പറ്റുമോ. ആ ടോപ്പ് 3യുടെ വീക്ക്നെസ്സും നമ്മൾ പറഞ്ഞാണ്. സായി സുദർശന് സ്ക്വയർ ബൗണ്ടറി ആക്സസ് കൊടുക്കാതിരിക്കുക, ഫ്രണ്ട് ഫൂട്ടിലെടുത്ത് കളിപ്പിച്ച് ഡ്രൈവ് കളിപ്പിച്ച് പൊക്കുക, ഗില്ലിനെ സംബന്ധിച്ച് എന്തെങ്കിലും പിച്ചിങ് മൂവിങ് ഇൻ എന്നുള്ള രീതിയിൽ ബോൾ ചെയ്യുക, ഓഫ് പേസ് ഡെലിവറീസ് എറിഞ്ഞ് ഗില്ലിനെ എടുക്കുക. പട്ടർ ആണെങ്കിൽ ഹാൻഡ് ഐ കോർഡിനേഷൻ ഇപ്പോൾ ഇച്ചിരി സ്ലോ ആണ്. അപ്പോൾ പേസ് ഡെലിവറി കൊണ്ട് സ്റ്റംപ് എറിഞ്ഞിട്ട് LBWന് നോക്കുക. ആ ഒരു സെഗ്മെൻറ്റിലായിരിക്കണം അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടത്. കാരണം എത്രയും പെട്ടെന്ന് അവരുടെ മിഡിൽ ഫേസിലേക്ക് ബോളേഴ്സിനെ കൊണ്ട് എത്താൻ പറ്റണം. അതല്ലാത്ത പക്ഷം CSK ഒരു രീതിയിലും അവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് പിച്ചിനെ കുറിച്ച് കുറച്ചും കൂടെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട്. അതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ലൈക്ക്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് മെൻഷൻ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. കാരണം ഞങ്ങൾക്കത് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള യാത്രയിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ നാളെ തൊട്ട് CSK വേഴ്സസ് GT മാച്ച് തൊട്ട് മാച്ചിന് മുമ്പ് നമ്മൾ ലൈവ് വരുന്നതായിരിക്കും, ഒരു അരമണിക്കൂർ മുമ്പ്. അതിനുശേഷം മാച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 30 മിനിറ്റ് ടു 45 മിനിറ്റ്സിൽ നമ്മൾ ലൈവായിട്ടായിരിക്കും നമ്മളുടെ ഇനി മുതലുള്ള റിവ്യൂസ്, ഇനി മുതലുള്ള മാച്ചസിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒരിക്കലും മറക്കരുത്. എന്തായാലും നമുക്ക് പിച്ചിൻ്റെ കാര്യത്തിലേക്ക് വരും. ബ്രോ, പിച്ച് അവർ എങ്ങനെയായിരിക്കും CSKക്ക് വേണ്ടി എങ്ങനെയായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നതെന്നും, കുറച്ചും കൂടെ ബോളർ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്, അതോ ഒരു നോർമൽ ഗുജറാത്ത് ഒരു അറൗണ്ട് 190-200 പിച്ച് ആയിരിക്കും? അല്ലല്ല, മോസ്റ്റ് പ്രോബബ്ലി ട്രാക്ക് 3 ആയിരിക്കും അവരെടുക്കുക. അത് ഭയങ്കര പേസ് ആൻഡ് ബൗൺസ് ക്യാരി ഉള്ള ഒരു രീതിയിലാണ്. അവർക്ക് 8 മീറ്റർ അടിക്കുക, ബൗൺസർ 8 മീറ്റർ ടു ബൗൺസിങ് ലെങ്ത് എന്നുള്ള രീതിയിലായിരിക്കും ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം അവിടെ ഫാസ്റ്റ് ബോളേഴ്സ് എടുത്തിരിക്കുന്ന വിക്കറ്റ് എന്ന് വെച്ചാൽ 54 വിക്കറ്റാണ് ഇതുവരെ ഫാസ്റ്റ് ബോളേഴ്സ് ആ പിച്ചിൽ എടുത്തിരിക്കുന്നത്. സ്പിന്നേഴ്സ് ആകെ 18 വിക്കറ്റ് എടുത്തിട്ടുള്ളൂ. ഈ 18 വിക്കറ്റ് എടുത്താലും റിസ്റ്റ് സ്പിന്നേഴ്സ് അഗെയിൻ
റെസ്റ്റ് സ്പിന്നേഴ്സാണ് 90% ഓഫ് ദ വിക്കറ്റ് എടുത്തിരിക്കുന്നത്. അങ്ങനെ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് പേസും ബൗൺസും ക്യാരിയുള്ള ട്രാക്ക് ഇട്ട് കൊടുത്താൽ മതി അവർക്ക്. ജി ടി എ സംബന്ധിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട. കാരണം ഇവിടുത്തെ ബാറ്റ്സ്മാൻമാർക്ക് ഈ 8 മീറ്റർ ലെങ്ത് എന്തോ ഒരു ട്രബിളാണെന്ന് ഈ ത്രൂ ഔട്ട് ദ ഇന്നിങ്സ് കാണാം. സഞ്ജു സാംസൺ ബൗൺസർ ട്രബിളാണ്, ഋത്വിരാജ് പേസ് ആൻഡ് ബൗൺസർ ട്രബിളാണ്. ഫസ്റ്റ് റൺ ഉർവീലിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവർക്കും ഒരു ബൗൺസ് 8 മീറ്റർ എന്ന് പറയുന്നത് വലിയ ട്രബിളാണ്. കാർത്തിക് ശർമ്മയിലും ബ്രൂവിസ് തവണ ഒരു തവണ ബോൾഡായി, ബാക്കി എല്ലാ തവണയും ബൗൺസേഴ്സിനാണ് ഔട്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ കാർത്തിക് ശർമ്മ കഴിഞ്ഞ കളി ബൗൺസർ ഇവർ ആദ്യമായിട്ട് കളിച്ചപ്പോൾ കണ്ടുപോലും ഇല്ല എങ്ങോട്ടാണ് പോയെന്ന്. അതും ചുമ്മാ ഉള്ള ഒരു ലെങ്ത് അല്ല അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന. ആ ഒരു 150+ വന്നിട്ടാണ് ആ 8 മീറ്റർ എറിയുന്നത്. അത് ഭയങ്കര ത്രട്ടണിങ് ആണ്, നമ്മൾ പറയുന്നിട്ടല്ല, ഭയങ്കര ത്രട്ടണിങ് ആണ്. അതിനെ ഓക്കെ. ഓവർകം ചെയ്യാൻ വ്യക്തമായ പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ CSK വളരെ നാണം കെട്ട് തോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. നേരെ മറിച്ച് അവർക്ക് ഇന്നത്തെ കളി അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ കളി അവർക്ക് എത്രത്തോളം മാക്സിമൈസ് ചെയ്ത് ജയിക്കാൻ പറ്റുമോ അങ്ങനെ ചിന്തിക്കേണ്ട കളിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കൗണ്ടർ പ്ലാൻ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതില്ലാന്നുണ്ടെങ്കിൽ പണി മേടിക്കും. പവർ പ്ലേയിൽ തീർച്ചയായിട്ടും. അപ്പോൾ അവരുടെ ബോൾ ബോളിങ്ങിൽ മൂവ് ചെയ്യും. ഇനിഷ്യലി ഉള്ള 1 to 6 ഓവേഴ്സിൽ ബോൾ മൂവ് ചെയ്യും. ആ ഒരു സമയം മാക്സിമം ഇനിഷ്യൽ മൂവ്മെൻറ്റ്സ് കൊണ്ട് സ്ട്രൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ അവരുടെ ഒരു പ്ലേയിങ് ഇലവനിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാമോ? കാരണം ഒരു പേസർ ഫ്രണ്ട്ലി ആയിട്ട് ഗുജറാത്ത് പിച്ച് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ മാറ്റ് ഹെൻറി ടീമിലേക്ക് വരുമോ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഈ ഗുർജപ്നീത് സിംഗ് ടീമിലേക്ക് വരുമോ, അങ്ങനെ എന്തെങ്കിലും? അതായത് അഖിൽ ഹൂസനെ കഴിഞ്ഞ പ്രാവശ്യം അഖിൽ ഹൂസൻ വന്നു, അപ്പോൾ അഖിൽ ഹൂസനെ മാറ്റിയിട്ട് അല്ലെങ്കിൽ അഖിൽ ഹൂസനെ മാറ്റിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫോമിലല്ലാത്ത അൻഷുൽ കമ്പോജിന് ഒരു റീപ്ലേസ്മെന്റ് എന്നുള്ള രീതിയിലോ എന്തെങ്കിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ടാക്ടിക്സിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്റ്സ്മാൻമാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സഞ്ജു അടക്കമുള്ള ബാറ്റ്സ്മാൻമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഇതിനകത്തിൽ ഒന്നാമതായിട്ട് ഇവർ നേരത്തെ ഒരു തവണ കളിച്ചതാണ്. ഈ കൈൻഡ് ഓഫ് സിമിലർ ട്രാക്ക് ആയിരുന്നു അന്ന് ചെന്നൈ ഒരുക്കി കൊടുത്തത്. ഉച്ചക്കത്തെ ഗെയിമായിരുന്നു ചെന്നൈയിൽ വെച്ചിട്ട്. അന്ന് CSK 158-7 എന്നുള്ള നിലയിലേക്ക് അവർ എത്തിച്ചിട്ട് 162 റണ്ണ് 2 വിക്കറ്റ് എന്നുള്ള രീതിയിൽ കംഫർട്ടബിളായിട്ട് ചേസ് ചെയ്തു 16 ഓവറിൽ. അന്ന് റബാഡ 3 വിക്കറ്റ് എടുക്കുകയും മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ സായി സുദർശൻ ആണെങ്കിൽ 87 റൺ എടുക്കുകയും ചെയ്ത് 46 ബോളിൽ. അപ്പോൾ ഇങ്ങനെ ഒരു പിച്ച് കണ്ടീഷൻസിൽ ഇവരെ ട്രബിൾ ചെയ്യിക്കുക എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഇവർക്കറിയാം. അപ്പം ഇതിനകത്തിൽ എന്താണ് ഇവർ ചെയ്യേണ്ടത്? ഇപ്പോൾ പ്ലേയിങ് 11 GT സംബന്ധിച്ച് അവരുടെ പ്ലേയിങ് 11 ഒരു മാറ്റവും വരുത്തേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി സോർട്ടഡ് ആണ്. അതിനകത്തിൽ അവർ തൊടത്തില്ല. അത്യാവശ്യം മിഡിൽ ഓർഡേഴ്സും ഇപ്പോൾ കൃത്യമായ സമയത്ത് ചിപ്പിൻ ആവുന്നുണ്ട്. ഇന്ന് ഒരിക്കലും അവർ റെസ്റ്റ് കൊടുക്കത്തില്ല ഒരു പ്ലേയേഴ്സിനും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്വാളിഫൈ രണ്ടാമത് നിൽക്കാൻ റെസ്റ്റ് കൊടുക്കുമെന്ന് വിചാരിക്കാം. പക്ഷേ അവർ ടോപ്പ് 2 എയിം ചെയ്യുന്നുണ്ട്. ഒരു രീതിയിലുള്ള റെസ്റ്റും കൊടുക്കത്തില്ല. അവർ ഒരു പ്രാക്ടീസ് മാച്ചായിട്ട് തന്നെ ആയിരിക്കും കാണുക. CSK സംബന്ധിച്ചിട്ട് ഇതിനകത്തിലോട്ട് പോകുമ്പോൾ 2 സ്പിന്നേഴ്സിൻ്റെ ഒരാവശ്യമില്ല ഈ പിച്ചിൽ. ഓക്കെ, CSKക്ക് 2 സ്പിന്നേഴ്സാണുള്ളത്. ഒരു സ്പിന്നർ നൂർ അഹമ്മദും ഒരു ഫിംഗർ സ്പിന്നർ അഖിൽ ഹുസൈനും. പക്ഷേ ഞാൻ ഈ പറഞ്ഞുവിട്ട് ഇവിടെ 90 മുമ്പേ പറഞ്ഞ പോലെ 90% വിക്കറ്റ് എടുക്കുന്ന ഒരു സ്പിന്നേഴ്സാണ്, ഫിംഗർ സ്പിന്നേഴ്സ് അല്ല. അപ്പം ഏറ്റവും നല്ലത് ടീമിനെ സംബന്ധിച്ച് ഈ കളി അഖിൽ ഹുസൈൻ പുറത്തിരുന്നിട്ട് ആദ്യം മില്ലിനെ കളിപ്പിക്കുക എന്നുള്ളതാണ്. വേറൊന്നും കൊണ്ടല്ല, മില്ലിന് ഈ പറഞ്ഞിട്ട് 8 മീറ്റർ ടു ഷോർട്ട് ലെങ്ത് പേസി ആയിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റും. അതാണ് മില്ലിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിഷ്യലി മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ പ്ലേയിലും മില്ലിനെ ഉപയോഗപ്പെടുത്താം. രണ്ടാമത്തെ കാര്യം, ആദം മില്ലിനെ ചെന്നൈയിലാണോ കളിക്കുന്നത്? സോറി, മാറ്റ് ഹെൻറി മാറ്റ് ഹെൻറി. മാറ്റ് സോറി, ഹെൻറി ഞാൻ സോറി സോറി പെട്ടെന്ന് സോറി പറഞ്ഞു. ഓക്കെ, മാറ്റ് ഹെൻറി. സോറി പേര് മാറിപ്പോയി. പറഞ്ഞോളൂ. മാറ്റ് ഹെൻറിയെ കളിപ്പിക്കുക. അതേ കൂട്ട് തന്നെ അവർ ഇന്ന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അൻഷുൽ കമ്പോജിനെ റെസ്റ്റ് കൊടുക്കുക, പുറത്തിരുത്തുക. കാരണം അത്ര പേസി ആയിട്ടുള്ള ഒരു ബോളർ അല്ല അൻഷുൽ കമ്പോജ് എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഗുർജപ്രീത് സിംഗിനെ ഇൻക്ലൂഡ് ചെയ്യുക. കാരണം ഇച്ചിരുടെ പേസ് ആൻഡ് ബൗൺസ് എക്സ്ട്രാക്ട് ചെയ്യാൻ ഈ പറയുന്ന പോലെ ഹലോ ഈ പറയുന്ന പോലെ പറഞ്ഞു കേൾക്കും. അൻഷുൽ കമ്പോജിനെക്കാട്ടിലും ബെറ്റർ ഗുർജപ്രീത് സിംഗ് ആയതുകൊണ്ട് പുള്ളി പ്ലേയിങ് 11ലേക്ക് വരണം എന്നതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. ഈ ടീം മാറ്റുമോ ഇല്ലയോ? അതേ കൂട്ട് തന്നെ എടുത്തു പറയാനുള്ളത് കാർത്തിക് ശർമ്മയെ പുറത്തിരുത്തിട്ട് സർഫറാസ് ഖാനെ ഇൻക്ലൂഡ് ചെയ്യുക. ഒന്ന് പുള്ളി റീസെൻ്റ്ലി ഒരു ഗെയിമും നൈസായിട്ട് ഫിനിഷ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഇല്ല, കാർത്തിക് അവർക്കൊരു ശർമ്മ അല്ല, ഫിനിഷ് പ്രശാന്ത് വീർ. പ്രശാന്ത് വീർ. പ്രശാന്ത് അപ്പം ഇനിഷ്യലി പറഞ്ഞു. രണ്ടാണ് കാര്യങ്ങൾ. ഒന്ന്, റീസെൻ്റ്ലി പുള്ളി നല്ല രീതിയിലൊന്നും ഫിനിഷ് ചെയ്യുന്നില്ല എന്നുള്ളതും. 2, പുള്ളിക്ക് ഷോർട്ട് ബോൾ ഭയങ്കര വീക്ക്നെസ് ആണെന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്നിട്ട് സർഫറാസ് ഖാൻ പ്രശാന്ത് വീറിന് പകരം അകത്തേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർ ചേഞ്ചസ് തീർച്ചയായിട്ടും ഉണ്ടാകുമോ എടുക്കുമോ, ഈ മൂന്നും വലിയ ചേഞ്ചസാണ്. ഈ മൂന്നും ഹാർഡ് കോൾ ടു മേക്ക് ആണ്. പക്ഷേ ഇനിയും ഈ കോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ CSK ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല കഴിഞ്ഞ കളി വ്യത്യസ്തമായിട്ട്.
തീർച്ചയായിട്ടും അവർ കഴിഞ്ഞ മാച്ചിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു ഈ കളി കാണുന്നവർക്ക് നമുക്കുള്ളൊരു പ്രതീക്ഷ നമുക്കുള്ളൊരു ഇതുപോലും അവർക്ക് ഉള്ളതായിട്ട് നമുക്ക് കഴിഞ്ഞ മാച്ച് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലുള്ള ചേഞ്ചസ് ഉണ്ടാവുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും സർഫറാസ് ഖാൻ ടീമിലേക്ക് വരണം, അതൊരു വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം തന്നെ ആയിരിക്കും. എന്നെ സംബന്ധിച്ച് ഈ മാച്ചിലേക്ക് ഞാൻ ചെന്നൈയുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു 80% ചെന്നൈക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ സഞ്ജു എന്ന് പറയുന്ന ഒരു ബാറ്റ്സ്മാൻ പെർഫോം ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഉറുൽ പട്ടേലിനെ പറ്റിയൊക്കെ നമ്മൾ പറയുമ്പോഴും ഉറുൽ പട്ടേൽ ഒന്നും അങ്ങനെ ഒരു വലിയ ഒരു മാച്ച് പുൾ ഓഫ് ഒരു മാച്ച് വിന്നിങ് ഇന്നിങ്സ് പുൾ ഓഫ് ചെയ്തിട്ടുള്ള ഒരു കളിക്കാരനല്ല. അതേസമയം സഞ്ജു എന്ന് പറയുന്നത് അങ്ങനെയല്ല. സഞ്ജു ഒരു മാച്ച് എടുത്തു കഴിഞ്ഞാൽ ആ മാച്ച് ഫിനിഷ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളതാണ്. സോ ഇതുപോലൊരു ക്രൂഷ്യൽ മാച്ചിൽ സഞ്ജു പെർഫോം ചെയ്യുക, മാക്സിമം സഞ്ജുവിൻ്റെ കയ്യിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഈ ഒരു മാച്ചിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 90% CSKക്ക് ഈ ഒരു മാച്ചിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കാനായിട്ട് സാധിക്കും. ഈ ഷോർട്ട് ബോൾസിന് സഞ്ജുവിന് ഒരു വീക്ക്നെസ് ആണെന്ന് പറയുമ്പോഴും അതിനെ നല്ല രീതിയിൽ കൗണ്ടർ ചെയ്ത് സഞ്ജു കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ വേൾഡ് കപ്പിൽ അടക്കം ആർച്ചറിനെ അടക്കം അതിനെ കൗണ്ടർ ചെയ്ത് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ഇന്നിങ്സ് സഞ്ജുവിൽ നിന്ന് ശരിക്കും എൻ്റെ ഒരു സൈഡിൽ നിന്ന് പറയുമ്പോൾ ഞാൻ അതാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ സഞ്ജു ചെയ്താൽ മതി. ഒന്ന്, ബൗൺസിൽ പ്രതീക്ഷിക്കുക, അതുകൊണ്ട് ഫ്രണ്ട് ഫുട്ടിൽ കമ്മിറ്റ് ആകാതിരിക്കുക. രണ്ട്, ഓപ്പൺ ഫേസിൽ ഡ്രൈവിന് പോകാതിരിക്കുക. ആ രണ്ട് രീതിയിലാണ് സഞ്ജു സാംസൺ ഔട്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പൺ ഫേസിൽ ഓഫ് സൈഡിലേക്ക് ഡ്രൈവിന് പോകാതിരിക്കുക, ബാക്ക് ഫേസ് ഓപ്പൺ ആക്കി അവിടെ ഇട്ട് കൊടുക്കാതിരിക്കുക. അവിടെയാണ് എഡ്ജ് അടിക്കാനുള്ള സാധ്യത കൂടുതൽ. അത് അവർ പക്കായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇറങ്ങുക സഞ്ജു സാംസൺ ആണെങ്കിൽ. ഋതുരാജ് ആണെന്നുണ്ടെങ്കിൽ വലിയ അത്ഭുതങ്ങളൊന്നും ഞാൻ പുള്ളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഒരു 130 140 സ്ട്രൈക്ക് റേറ്റ് എങ്കിലും സഞ്ജു സാംസൺ സപ്പോർട്ട് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ സഞ്ജു എന്നല്ല, ഓപ്പോസിറ്റ് കളിക്കാൻ വരുന്ന നോൺ സ്ട്രൈക്കർ അല്ല സ്ട്രൈക്ക് ചെയ്യാൻ വരുന്ന എല്ലാ ബാറ്റ്സ്മാരും അനാവശ്യമായിട്ടുള്ള ഇൻറ്റൻറ്റ് കാണിച്ച് ഔട്ടാവും. അതുകൊണ്ട് പുള്ളി ഒരു 130 എങ്കിലും മിനിമം, ഞാൻ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ഒരു 130 140 എങ്കിലും മിനിമം സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുക. അതെ അതെ, അത് ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിൽ നിന്ന് ഒരു നല്ലൊരു പെർഫോമൻസ്, അത് ബോളിങ്ങിലായാലും ശരി ബാറ്റിങ്ങിലായാലും ശരി നമ്മൾ പ്രതീക്ഷിക്കും. കാരണം 100 അഹമ്മദ് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി മാജിക്കൽ സ്പെൽസ് കാഴ്ചവെച്ച് ഇവരുടെ ബാറ്റ്സ്മാരെ എടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ എന്തെങ്കിലും നടന്നാൽ മാത്രമേ ചെന്നൈക്ക് എന്തെങ്കിലും ചാൻസ് ഉള്ളൂ. ഈവൻ ബ്രവീസ് പോലും ഈ ഒരു ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ചെന്നൈയുടെ ഒരു ലൈനപ്പിൽ ഇച്ചിരി എക്സ്പീരിയൻസ് ഉള്ളത് സഞ്ജു സാംസണോ അല്ലെങ്കിൽ ബ്രവീസിനോ ആണ്, ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് കുറച്ചെങ്കിലും ഉള്ളത്. സോ അവർ രണ്ടുപേരും സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. അതുപോലെ ബോളിങ്ങിലും അതുപോലെ മാറ്റ് ഹെൻറി കളിക്കുന്നുണ്ടെങ്കിൽ മാറ്റ് ഹെൻറി അല്ലെങ്കിൽ 100 അഹമ്മദ് ഇവർ സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാതെ ഒരു രക്ഷയും കാണുന്നില്ല. ബാക്കിയുള്ളവർ വിചാരിച്ചാൽ ഈ ഒരു മാച്ച് ഇതിനോടൊപ്പം കൂട്ടിയാൽ തന്നെ കൂടുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതെ, ഇതിനോടൊപ്പം തന്നെ CSK ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഫീൽഡിങ്ങിലാണ്. വലിയ ഗ്രൗണ്ട് കണ്ട് ഔട്ട്ഫീൽഡേഴ്സും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം. ഇല്ല, കഴിഞ്ഞ കളികളിൽ കൂട്ട് സ്ലോപ്പി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു 10-15 റൺസ് അവർ സ്കോർ ചെയ്യും. അവർ റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഫൈൻഡിങ് ദ ഗ്യാപ്സ് ആണെന്നുണ്ടെങ്കിലും അവരെല്ലാം ടച്ച് പ്ലെയേഴ്സ് ആണ്. അല്ലാതെ ഒരു സ്ട്രോക്ക് പ്ലേയേഴ്സോ ലോങ് ലീവേഴ്സോ അല്ല. അപ്പം അത്രത്തോളം ബൗണ്ടറി റൈഡേഴ്സും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കണം. തീർച്ചയായിട്ടും അവരുടെ ബാറ്റ്സ്മാൻമാർക്ക് അവരുടെ ഗ്രൗണ്ടിന്റെ ഡയമെൻഷൻ കൃത്യമായിട്ട് അറിയായിരിക്കും. കാരണം അവർ അവിടെ കളിച്ച് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സ് ഒക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. സിംഗിൾസ് ഒക്കെ ഡബിൾ ആക്കാനൊക്കെ അവർക്ക് തീർച്ചയായിട്ടും ചെന്നൈയെ സംബന്ധിച്ച് ഈസി ആയിരിക്കും. അതുപോലെ തന്നെ സിറാജ് അവിടെ ഒരു ത്രെട്ട് തന്നെ ആയിരിക്കും. ഇതൊക്കെ പറയുമ്പോഴും സിറാജ് ഗുജറാത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു റബാഡെക്കാട്ടിലും ഒരുപക്ഷെ ത്രെട്ടായിട്ട് വരുന്നത് സിറാജ് ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സിറാജിനെയും അവർ ചെന്നൈ പേടിക്കണം. അപ്പോൾ മൊത്തത്തിൽ അതാണ് സ്ഥിതി. ചെന്നൈയെ സംബന്ധിച്ച് ഇപ്പോൾ ബാറ്റിങ്ങിന്റെ പെർസ്പെക്റ്റീവ് എന്ന് അത് പറയുന്നത്, ബോളിങ്ങിന്റെ പെർസ്പെക്റ്റീവ് ഒരു അഖിൽ ഹുസൈനെ കളിപ്പിക്കുമോ അതോ ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, അവരുടെ ബോളേഴ്സിനെ ഞാൻ എടുത്തു പറഞ്ഞത്, അവരുടെ ടോപ്പ് 4 ബോളേഴ്സും അല്ലെ 3 ബോളേഴ്സും ടോപ്പ് 10 വിക്കറ്റ് ടേക്കിംഗ് ലിസ്റ്റിലുള്ളതാണ്. റബാഡ 2ാമതുണ്ട്, റഷീദ് ഖാൻ 5ാമതുണ്ട്, സിറാജ് 7ാമതുണ്ട്. അപ്പം പ്രസിദ്ധ് കൃഷ്ണ ഇനിഷ്യലി ഉണ്ടായിരുന്നു, പുള്ളി ഇടയ്ക്ക് കളിപ്പിച്ചിട്ടില്ല. പുള്ളി ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ പുള്ളി കാണിക്കുന്നത് വാട്ട് ഹീ ക്യാൻ കേപ്പബിൾ ഓഫ്. അവരുടെ ബോളേഴ്സിനൊന്നും എല്ലാം എല്ലാം ലൈക്ക് പ്രൈം ഫോമിൽ നിൽക്കുന്ന ബോളേഴ്സാണ് അവരെ സംബന്ധിച്ച്. ബാറ്റ്സ്മാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബാറ്റ്സ്മാൻ ഓപ്പണേഴ്സ് രണ്ടുപേരും ടോപ്പ് 5 ലിസ്റ്റിനകത്തിൽ റൺ ഗേറ്റേഴ്സിനകത്തിൽ ഇപ്പോഴും ഉണ്ട്. ഇന്നത്തെ സ്റ്റാറ്റ് എടുത്താലും ഉണ്ട്. അവർ അത്രയും ഫോമിൽ നിൽക്കുന്നതായിട്ടിരിക്കണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതൽ ഡൈവ് ചെയ്യാഞ്ഞത്. പക്ഷേ അതിനെല്ലാം ഓവർകം ചെയ്യാന്ന് പറയുന്നത് ചില്ലറ ഫാക്റ്റ് അല്ല. അഖിൽ ഹുസൈനെ പുറത്തിരുത്തണം എന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കാനുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 2 സ്പിന്നേഴ്സിൻ്റെ ഒരു കാര്യമില്ല. കാരണം ഇവിടെ GT അതേ മണ്ടത്തരം കാണിച്ചാണ്. നമ്മൾ അന്ന് GTയെ പറഞ്ഞാണ് മാനവ് സുത്താറിനെ കളിപ്പിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. പ്രസിദ്ധ് കൃഷ്ണ അകത്ത് പറഞ്ഞു പറഞ്ഞു. അന്ന് അവർ മാനവ് സുത്താറിനെ കളിച്ചു. അന്ന് 22-28 റണ്ണ് കോൺസിക്യൂട്ടീവ്ലി 2 കളികളും പുള്ളിക്കാരനെ അടിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇവിടെ 2 സ്പിന്നേഴ്സിൻ്റെ ഒരു ആവശ്യമില്ല. ഇവിടെ ഫാസ്റ്റ് ബോളേഴ്സ് ഹിറ്റ് ദ ഡെക്ക് 8 മീറ്റർ ടു ഷോർട്ട് ലെങ്തിൽ പേസ് ആയിട്ട് എറിയാൻ വരുന്ന ബോളേഴ്സും മതി.
അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് മാറ്റ് ഹെൻറി അകത്ത് വരണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹം. അല്ലാതെ അഖിൽ ഹുസൈൻ മോശമായിട്ടോ അഖിൽ ഹുസൈൻ ഉള്ള കളികളാണ് കൂടുതലും ചെന്നൈ ജയിച്ചിരിക്കുന്നതെന്നും എനിക്കറിയാം. പക്ഷേ അക്കോർഡിംഗ് ടു ദ പിച്ച് കണ്ടീഷൻസ്, അക്കോർഡിംഗ് ടു ദ സർക്കംസ്റ്റാൻസസ്, ഈ ചേഞ്ചസ് ആണ് വരുത്തേണ്ടത്. ഞാൻ ഈ പറഞ്ഞോട്ട് ഇത് ഒരു വെരി ഹാർഡ് ഗോളാണ്. ഇത് കേൾക്കുമ്പോൾ ഈ കേൾക്കുന്ന ആൾക്കാർക്ക് തന്നെ അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ദിസ് ഈസ് വാട്ട് ദേ നീഡ് ടു മേക്ക് എ ചേഞ്ച്. ഓക്കെ, അത് അവർ പോസിറ്റീവായിട്ട് അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജി ടിയുടെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജി ടിക്ക് ഇത് കൂടുതൽ നമുക്ക് അതിനകത്തെക്കുറിച്ച് നമ്മൾ പറയാനായിട്ട് ഒന്നുമില്ല. കാരണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ നോർമലി ചെയ്താൽ തന്നെ ഈസി ആയിട്ട് ഈ ഒരു മാച്ച് ജയിക്കാനായിട്ട് സാധിക്കും. അല്ലാതെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടോ ജി ടിയുടെ ചെന്നൈ കൗണ്ടർ ചെയ്യുമ്പോൾ അവരുടെ ബാറ്റിങ്ങിലോ അല്ലെങ്കിൽ ബോളിങ്ങിലോ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചേഞ്ചസ് വരുത്താനായിട്ടുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജി ടിയെ സംബന്ധിച്ച് ചെന്നൈയുടെ ബോളേഴ്സ് ജി ടിയിൽ ഒരു ത്രെട്ട് അല്ല, ടു ബി ഹോണസ്റ്റ്. കാരണം ഹിറ്റ് ദ ഡെക്ക് 8 മീറ്ററിൽ ബൗൺസ് ആൻഡ് ക്യാരിയിൽ എറിയുന്ന ബോളേഴ്സ് ഇവിടെ കുറവാണ്. ഇച്ചിരൂടെ ഒരു 6 മീറ്റർ ലെങ്തിൽ സീമപ്പ് ആണെന്നുണ്ടെങ്കിലേ ചെന്നൈയുടെ ബോളേഴ്സ് ത്രെട്ടനിങ് ആവത്തുള്ളൂ. ഇവിടെ അതില്ല. അപ്പം അതുകൊണ്ട് അവർക്ക് ഓക്കെ. സംബന്ധിച്ച് വലിയൊരു ത്രെട്ട് ചെന്നൈ കൊടുക്കുമോ എന്ന് പ്രാക്ടിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ ഇതിനകത്തിൽ രണ്ടാമത്തെ കാര്യം ജി ടിയെ സംബന്ധിച്ച് ഇപ്പോൾ ജി ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടാണ് ബാംഗ്ലൂരും SRസും കളിക്കുന്നത്. ജി ടി ഇപ്പോഴത്തെ നെറ്റ് റൺ റേറ്റിൽ ഒരു 30 റണ്ണിന് തോൽക്കുകയോ അല്ലെങ്കിൽ ഒരു 3 ഓവർ ബാക്കി നിൽക്കെ CSK ജയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ തോൽവിയുടെ അഗാധത്തിൽ തന്നെ ഇപ്പോഴത്തെ നെറ്റ് റൺ റേറ്റിൽ SRസിന് താഴെ പോവും. അവർ 3-ാം സ്ഥാനത്തേക്ക് പോകും. അങ്ങനെ ഓക്കെ. പറ്റിയുള്ള പ്രശ്നം ഇവർ ക്വാളിഫയർ എലിമിനേറ്റർ കളിക്കുക ന്യൂ ചണ്ഡീഗഡിലാണ്. അവിടെ ഈ ബോളിങ് അത്ര ത്രെട്ടനിങ് അല്ല എന്ന് അവർക്കും നല്ല ധാരണ ഉണ്ടായിരിക്കും. മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് 2 ചാൻസ് വേണം എന്നുള്ളത് കൊണ്ട് അവരും ഈ കളി മാക്സിമം ഫോഴ്സിൽ ജയിക്കാനുള്ള രീതിയിലേ നോക്കത്തുള്ളൂ. തീർച്ചയായിട്ടും. എൻ്റെ വിഷ്വലിനൊരു ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അത് നോക്കണ്ട. നമുക്ക് എന്തായാലും ഇത് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനായിട്ടുണ്ടോ ബ്രോ? അല്ല, എനിക്ക് ആഡ് ചെയ്യാനായിട്ടുള്ളത്, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്രിക്കറ്റ് എൻതൂസിയാസ്റ്റ് ആയിരിക്കണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷൻ നമ്മൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവും. അതുകൊണ്ട് തന്നെ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീക്കെൻഡ് മുതൽ ഈ അടുത്ത കളികൾ മുതൽ നമ്മൾ ലൈവ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ടൊരു ഇൻ്ററാക്റ്റീവ് സെഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂസ് ഉണ്ടായിരിക്കും, നിങ്ങളായിട്ടുള്ള സംശയങ്ങളുണ്ടായിരിക്കും. അതെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യുക, നിങ്ങളോട്ട് കൂടുതൽ ഇൻറ്ററാക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ കുറച്ച് പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നമുക്കപ്പോൾ നേരിട്ട് കണ്ട് സംസാരിക്കാം. തീർച്ചയായിട്ടും. ആ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല, ഒരു ബെൽ ഐക്കൺ ഒന്ന് ഇതാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, എനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലൈവിൽ കാണാം. കുറച്ചും കൂടി ഇൻറ്ററാക്റ്റീവായിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനും നമുക്ക് നാളെ തൊട്ട് പറ്റും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും അരുൺ ബ്രോ ആയിട്ട് ഒത്തുകൂടുന്നിടം വരെ ബൈ.